ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് ബുക്കിംഗ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയ് 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണാം. ഞാൻ അതിനെ സെപ്പറേറ്റ് ആക്കി ഷോർട്സിലേക്ക് വല്ലവിടേക്ക് ഇട്ട് വെക്കാം. ഓക്കെ, കേൾക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഓക്കെ, നമുക്ക് ഈ ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ, ഓക്കെ, ഈ അവസാന ആഴ്ച, ഏപ്രിലിൻ്റെ ഈ ഒരു അവസാന ആഴ്ച നമ്മൾക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. ഇന്ന് മൺഡേ ആണ്. സോ നമുക്ക് ഈ വരാൻ പോകുന്ന ആഴ്ചയ്ക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ടാരോ കൂടി യൂസ് ചെയ്തേക്കാം. ടാരോവും നമ്മുടെ അഡ്വൈസുമായിട്ട് എടുക്കാം. ഓക്കെ, ഈ ആഴ്ച, ഈ ലാസ്റ്റ് ഏപ്രിലിൻ്റെ ഈ ഒരു ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഈ ഒരാഴ്ച വരാൻ പോകുന്ന ആഴ്ച, ഇന്ന് മൺഡേ ആയതുകൊണ്ട് നമുക്ക് ഈ വീക്കിലേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത്, എന്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, ഈ ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഓക്കെ, നിങ്ങളുടെ എനർജി എന്തായിരിക്കും നോക്കാം. ഈ ഒരാഴ്ചക്കുള്ള ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഹാങ്മാൻ സിറ്റുവേഷൻ ആണ്. ഓക്കെ, 9 of Wands, 2 of Swords, King of Pentacles, okay, 3 of Cups, High Priestess, 5 Wands, Emperor, 6 of Cups, and the Queen of Cups. ഓക്കെ, Ace of Cups ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കാര്യം നമുക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്റ്റാർട്ടിങ്, ഈ ഒരാഴ്ചയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയാം. ഈ ഒരാഴ്ച തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ലേശം സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. സ്റ്റക്ക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങുന്നില്ല, ഒരല്പം തടസ്സങ്ങൾ ഫേസ് ചെയ്യാന്ന് മാത്രമല്ല, ഐ തിങ്ക് ഒന്നും നീങ്ങുന്നില്ല, ഒരു അനക്കൂല്ല. പ്രത്യേകിച്ച് ആക്ച്വലി ഹാങ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എടുക്കണം എന്നില്ല. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നും പറയാം. എനിക്ക് പ്രത്യേകിച്ചൊരു ലൈക്ക് നമ്മൾ പറയില്ലേ, ഒരു വലിയ അനക്കങ്ങളൊന്നുമില്ല. എല്ലാം ലൈഫ് ഇത്രയും ദിവസം പോയ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടാവാം, തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും സ്റ്റക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ നടക്കണമായിരിക്കും, പക്ഷെ അതിലുള്ള തടസ്സങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ഒരു റിപ്ലൈ വന്നിട്ടില്ല, ഏതെങ്കിലും ഒരു കാര്യം എന്താ പറയുക, ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലോണിൻ്റെ ഒന്നും കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും, ഇപ്പം നിങ്ങൾ ആക്ച്വലി ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് മേ ബി വല്ല ഇമോഷണൽ കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ ഏതെങ്കിലും പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭാഗത്തുനിന്നൊരു മുൻപിലേക്കൊരു ആക്ഷൻ ഇല്ല എന്തും പറയാം. സോറി. അപ്പോൾ ആ രീതിക്ക് ഇവിടെ ഒരു തടസ്സങ്ങൾ ചിലവർ നേരിടുന്നുണ്ടാവും. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ചെറിയൊരു തടസ്സം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, വലിയ കാര്യങ്ങളല്ലെങ്കിലും ചിലപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണു, നമ്മുടെ സ്കൂട്ടർ കേടുവന്നു അല്ലെങ്കിൽ കാർ കേടുവന്നു, പെട്ടെന്ന് അങ്ങനെ ഒരു തടസ്സം വന്നു, നിങ്ങൾ എന്തെങ്കിലും പോകാനോ ചെയ്യാനോ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളും ആവാട്ടോ. മീൻസ് കാർ കേടുവരിക എന്നൊക്കെ പറഞ്ഞാൽ വലുതാണെന്നാലും ഞാൻ പറയാം, അങ്ങനെ എന്തൊരു തടസ്സവും ആവാം. നിങ്ങൾ ആലോചിക്കുക, ലൈഫിൽ ഒരു തടസ്സങ്ങൾ വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ജസ്റ്റ് യാത്ര പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, ആ യാത്രയിൽ തന്നെ തടസ്സം വന്നു എന്ന് പറയാം. ഓക്കെ, ആ രീതിക്കൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ, ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങളിലും ഒരു തീരുമാനം എത്താൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എത്താൻ പറ്റുന്നില്ല, അതിനൊരു തടസ്സങ്ങൾ ഫേസ് ചെയ്യാം. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുമ്പോഴും അതിന് നിങ്ങൾ 100 വേറെ അപ്പുറത്തും വേറെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, എനിക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു കാര്യം, എന്തൊക്കെയോ തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റക്കാണ് എന്ന് പറയാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല, മുന്നോട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല ജീവിതത്തിൽ എന്ന് പറയാം. കിങ് ഓഫ് പെന്റക്കിൾസ്, ചിലവർക്ക് ഇതൊരു ജോലിയെക്കുറിച്ച് ആയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു മുന്നോട്ട് നിങ്ങൾക്കൊരു ഓഫർ, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ആ കരിയറിലേക്ക് നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഗ്രോത്ത് പ്രതീക്ഷ നിൽക്കുന്നുണ്ടാവാം, പ്രൊമോഷൻ പ്രതീക്ഷ നിൽക്കുന്നുണ്ടാവാം, അത് കിട്ടുന്നുണ്ടാവില്ല.
അല്ലെങ്കിൽ ചിലവിടെ ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻസ് സ്റ്റക്ക് ആയിരിക്കാം നിങ്ങളുടെ. ഓക്കെ, ഫൈനാൻസ് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ വല്ല സ്റ്റക്ക് ഉണ്ടാവാം, പൈസ കിട്ടാനുള്ള ഡിലേ ഉണ്ടാവാം. അങ്ങനെ എന്ത് എന്ത് കാര്യമാവാം. ചിലപ്പോൾ പണം റിലേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്, കരിയർ റിലേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ഒരു എല്ലാം ലേശം ടെൻഷൻ അടുപ്പിക്കുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് തീരുമാനങ്ങളൊന്നും എടുത്ത് മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, കാര്യങ്ങളുണ്ട് കുറെ ചെയ്യാൻ, പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല. ബിക്കോസ് കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഓക്കെ, പക്ഷെ അത് നിങ്ങളുടെ കാരണമല്ല. ഐ തിങ്ക് അത് പുറത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കാരണം. എന്ന് വെച്ചാൽ നമ്മൾ പുറമേ ഉള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഓഫീസിൽ നിന്ന് അവർ സൈൻ ഇട്ട് തന്നില്ല, അല്ലെങ്കിൽ ലീവായി പെട്ടെന്ന്, അവർ 2 ദിവസം ലീവാണ്, അവിടെ ആരെങ്കിലും അവിടുന്ന് ആ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല, ഗവൺമെന്റ് ഓഫീസിന്റെ കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, കാറ് റിപ്പയർ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കാറ് ഇപ്പൊ പെട്ടെന്ന് കേടുവന്നത് നമ്മളെ ഒരു ഇതല്ല അല്ലെ, നമ്മുടെ കയ്യിലല്ല അത്. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഒരു തടസ്സങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങൾ വരല് ആ രീതിക്കൊക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ വേറെ വല്ല ചെലവ് വന്നു, അപ്പൊ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ചെയ്യാൻ സാധിച്ചില്ല, എന്തും പറയാം. ഓക്കെ, ഇവിടെ സന്തോഷങ്ങൾ കാണുന്നുണ്ട്, സെലിബ്രേഷൻ, ഫ്രണ്ട്സ്, സെലിബ്രേഷൻ എന്നൊക്കെ പറയാം. ഐ തിങ്ക് പക്ഷെ ഇത് എനിക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യും. മീൻസ് നെഗറ്റീവ് അല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ വല്ലതും കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവാം. ഫ്രണ്ട്സ്, ഫാമിലി, അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ നിങ്ങൾ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2-3 കാർഡ് ഇവിടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രിസ്റ്റസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു നെഗറ്റിവിറ്റി അടിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഒന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ കാര്യം പറയും, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആവുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഈ തടസ്സങ്ങൾ വരുന്നത് ചിലപ്പോൾ എങ്ങനെയാണ്, വേറെ ആരെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ, ഏതെങ്കിലും ഫ്രണ്ട്സോ അവരാരെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂടെ നിന്ന് പക്ഷെ നമ്മളെ പറയില്ലേ നമുക്ക് നല്ലതല്ല, മീൻസ് നമ്മൾ നല്ലത് ആഗ്രഹിക്കാത്ത ആൾക്കാർ, അങ്ങനെ വലുതും ആണെങ്കിൽ മേ ബി നിങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, അങ്ങനെ എല്ലാവർക്കും അല്ലാതെ ചിലവർക്ക്, ഓക്കെ, വേറെ ചിലവർക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് പക്ഷെ ചെറിയ കോൺഫ്ലിക്റ്റ് വന്നായിട്ട് തോന്നുന്നുണ്ട്. ഒരു നെഗറ്റിവിറ്റി, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു നെഗറ്റിവിറ്റി അടിക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഒരു ലേശം കുറച്ചൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി എന്തൊക്കെയോ ഒരു സമയം ശരിയല്ല തോന്നുന്നു. ഇപ്പൊ ഫുൾ മൂൺ ഐ തിങ്ക് വരുന്നുണ്ട്, 23rd എൻ്റെ അറിവ്. ഇപ്പൊ ഫുൾ മൂൺ വരുന്നുണ്ട്, ചിലപ്പോൾ അതൊക്കെ എഫക്ട് ചെയ്യും നമ്മളെ. ഓക്കെ, അതും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെടാനും സംസാരങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതകളുണ്ട്. ഓക്കെ, നിങ്ങളുടെ സീക്രട്സ് വല്ലതും ഉണ്ടെങ്കിൽ, ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് അറിയുമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും സീക്രട്സ് നിങ്ങൾ അറിയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ അതാരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിഞ്ഞു, അങ്ങനത്തെ ചില കോൺഫ്ലിക്ട്സ് ആയിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് എന്നുള്ളത്. ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. 6 of Cups നമ്മൾ ഫ്രണ്ട്സിനെ കുറിച്ചാണ് പറയാം. ഓക്കെ, നിങ്ങൾ നോസ്റ്റാൾജി ആവുന്നു എന്ന് പറയാം. യെസ്, നമ്മൾ ആക്ച്വലി ചിലവർക്ക് ആരെയും മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മിസ്സിങ് എനർജി ഉണ്ട്. ഇതിവിടെ പാരൻസ് ആവാം, അമ്മയാവാം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ആവാം. നിങ്ങളൊരു മിസ്സിങ് എനർജിയും കാണുന്നുണ്ട്. ദൂരെ ആയിരിക്കാം, അകൽച്ചയായിരിക്കാം. ആക്ച്വലി അകൽച്ച ഉണ്ടാവാം. യെസ്, ചിലവർക്ക് അങ്ങനത്തെ ഒരു അകൽച്ചകൾ ഉണ്ടാവാം, റിലേഷൻഷിപ്സിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു വിഷമം. ഓക്കെ, അങ്ങനെ ഒരു നോസ്റ്റാൾജിയ കാണുന്നുണ്ട്. എംപറർ ഉണ്ട് ഇവിടെ. ഇതൊരു ആക്ച്വലി ഇവിടെ നിന്ന് മൊത്തത്തിൽ ശരിക്കും പറഞ്ഞ റീഡിങ് എനിക്ക് 1-2 കാർഡ്സേ ആകെ നല്ലതുള്ളൂ, പക്ഷെ അതിൽ പോലും എനിക്ക് നെഗറ്റീവ് തന്നെയാണ്. കാരണം ചുറ്റും നെഗറ്റീവാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് വീക്ക് ഐ തിങ്ക് ലേശം നിങ്ങൾക്ക് സോറി, ഞാൻ സാധാരണ നല്ല റീഡിങ് എനിക്ക് തോന്നാറുണ്ട്, പക്ഷെ ഇവിടെ എവിടേക്കോ എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ നെഗറ്റീവ് അടിക്കുന്ന പോലെ. ഓക്കെ, കണ്ണുതട്ടലായിരിക്കാം, നിങ്ങൾ ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നതായിരിക്കാം, ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ അറിയുമെന്ന് പറയാം. ആൻഡ് ഇവിടെ ഈഗോ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഫ്രണ്ട്സിനോട് ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കാം വരുന്നത്, അങ്ങനെയും പറയാം. ഓക്കെ, ഫ്രണ്ട്സോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളവരോ, ഈവൻ ഫാമിലി. ഓക്കെ, ഫാമിലി വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ചെറിയ ഈഗോ ക്ലാഷ് മറ്റുള്ളവരുമായിട്ട്, ഓക്കെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെയൊക്കെ ക്രിയേറ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ്. ആൻഡ് നിങ്ങൾ ലേശം ഒരു എനർജി, ഐ തിങ്ക് നിങ്ങളുടെ ഒരു മിസ്സിങ് എനർജി ഉണ്ടാവും. ഫുൾ മൂൺ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം എഫക്ട് ആവും നമ്മുടെ, അതിന്റെ ആയിരിക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി റീഡിങ്ങിന്റെ പേര് തന്നെ ഫുൾ മൂൺ എന്ന് കൊടുക്കേണ്ടി വരും തോന്നുന്നു. മേ ബി അതിന്റെ എഫക്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ വരുന്ന നെക്സ്റ്റ് വീക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് വരുന്ന ഈ ഒരു വീക്കിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരല്പം നെഗറ്റീവായിട്ടാണ് കാണുന്നത്, കാര്യങ്ങൾക്ക് തടസ്സം. ആക്ച്വലി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത് ഗ്രഹങ്ങളുടെ ഇത് പ്രകാരം മെർക്കുറി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനറ്റ്, അതായത് നമ്മുടെ ബുധൻ ഗ്രഹമാണെന്നാണ് എൻ്റെ അറിവ്, കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. ഓക്കെ, ആ ഗ്രഹം ഒരു
പിന്നോട്ട് തിരിഞ്ഞ് സഞ്ചരിക്കാം എന്ന് പറയും. ഓക്കെ, എന്തോ ഒരു കാര്യം ഉണ്ട് അതിന്റെ പ്ലാനറ്റ്സിന്റെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നത് സ്വാഭാവികമാണ്. ഓക്കെ, അങ്ങനെ ഒരു സമയമാണ് ഇപ്പൊ നടക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടുമായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, കാര്യങ്ങൾ നടക്കും. ഓക്കെ, നമ്മൾ ആക്ച്വലി വേറെ ഒന്നും സൈൻ ചെയ്യരുത്, പുതിയതൊന്നും സൈൻ ചെയ്യരുത് എന്നൊക്കെ പറയും. പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങേണ്ട ഈ സമയത്ത് എന്നൊക്കെ പറയും. കാരണം അതിൽ തടസ്സങ്ങൾ വരാനുള്ളതും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മിസ്റ്റേക്സ് വരാനൊക്കെ ഉള്ള സാധ്യതകളാണ്. ഇലക്ട്രോണിക്സ് കേടുവരാനുള്ള സാധ്യതയാണ് എന്നൊക്കെ പറയും. നമ്മുടെ ഫോണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം യാത്രകൾ തടസ്സപ്പെടാം. യാത്ര പോകുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനോ നിങ്ങൾ എന്തെങ്കിലും മറന്നിട്ട് പോകാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഒരു ലേശം നെഗറ്റീവ് പീരീഡ് തന്നെയാണ്. അത് കഴിയാറായിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ ഫുൾ മൂണും കൂടി വരുമ്പോൾ ലേശം എത്തിക്കും എല്ലാവരും അഫക്റ്റ് ആവാനുള്ള സാധ്യത. അതുകൊണ്ടായിരിക്കാം ഇത്ര ഒരു നെഗറ്റീവ് ഫീൽ വരുന്നത്. എനിക്ക് എന്തായാലും പക്ഷെ നമ്മൾ പറയാറുണ്ട് എന്ത് നെഗറ്റീവ് വന്നാലും ഇതെല്ലാം മാറിപ്പോവും. ഓക്കെ, ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കൊന്നുമില്ല. എനർജി മാറിക്കൊണ്ട് വരും. ഇതിപ്പോ ഈ ഒരു 1 വീക്കിന് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. മേ ബി അടുത്തൊരു 3-4 ദിവസത്തെ കാര്യങ്ങളായിരിക്കും. വീണ്ടും കാര്യങ്ങൾ മാറി വരും. ഓക്കെ, മാറാതെ ഒന്നും ഇരിക്കില്ല. ഇപ്പൊ ലേശം പക്ഷെ ഒരു പീരീഡ് അങ്ങനെയാണ്. മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നതും ഒക്കെ ഫുൾ മൂൺ സമയത്തൊക്കെ വരാറുണ്ട്. അതും ഓർത്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് കോൺഫ്ലിക്ട്സ് വരാനും ഒക്കെ സാധ്യതയാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് ഹൈ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നെഗറ്റീവായി പോവുക. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ തർക്കം വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടും ഇരിക്കുക. അങ്ങനെ വരാതെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി. ആരെങ്കിലുമായിട്ട് ഈഗോ തർക്കം വരുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മിണ്ടാണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, ആൻഡ് വല്ലതും കരിയറിന്റെ കാര്യത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ സമാധാനത്തിൽ വെയിറ്റ് ചെയ്യുക, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നമുക്ക് ആൻഡ് ഓക്കെ, ബോട്ടം ഓഫ് ദ ഡേക്ക് നമുക്കിവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. ആൻഡ് ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, 9 ഓഫ് സോർഡ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെൻഷൻസ് ഉണ്ട്. യെസ്, ശരി തന്നെയാണ്. നിങ്ങൾ ലേശം ടെൻഷൻ അടിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. പക്ഷെ അതിന്റെ മേലെ നിങ്ങൾക്ക് ഗ്രോത്ത് വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. മുന്നോട്ട് ഐ തിങ്ക് നെക്സ്റ്റ് ഈ 1 വീക്ക് ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മേ ബി നല്ലൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സന്തോഷങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, സമയം മാറിക്കൊണ്ട് വരും എപ്പോഴും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും, നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടും. ഇപ്പൊ ലേശം സ്റ്റക്ക് സിറ്റുവേഷൻ ആണെന്നേ ഉള്ളൂ. ഓക്കെ, അത് വിട്ടേക്കാം. ഓക്കെ, കൂടുതൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ പ്രാർത്ഥനയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ ദൈവത്തിലേക്ക് വിശ്വാസം വെക്കുക. ഓക്കെ, എല്ലാം ചിലപ്പോ ഒരു സമയം ഇങ്ങനെ എടുത്തോളൂ. ഓക്കെ, നമുക്കൊരു റെസ്റ്റിംഗ് സമയമാണെന്ന് വിചാരിക്കൂ. ഓക്കെ, ആ ഒരു ബ്രേക്ക് നമുക്ക് നല്ലതാണ്. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ബിസി എങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചാലും നടക്കില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടുന്ന സമയത്തിന് പോസിറ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. അവനവനെ മാനേജ് ചെയ്യാൻ, അവനവനെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതായിട്ട് 2 എടുത്തു. സോറി. ട്രാൻസ്ഫോർമേഷൻ ആൻഡ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. ഗുഡ്. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയോ വരുന്നുണ്ട് ചെറിയ. ഓക്കെ, ലവ് ബിഗിൻസ്, അതുകൊണ്ട് നമ്മുടെ ഏസ് ഓഫ് കപ്സ് അവിടെ വെച്ചേക്കാം. സേക്രൽ ചക്ര, triumphant success, prosperity begins, ആൻഡ് ഡിസെപ്ഷൻ ആൻഡ് എൻവി. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ കണ്ണു വെക്കാനും കണ്ണു തട്ടാനും ആരെങ്കിലും നിങ്ങളെ ജലസിയോടെ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ സീക്രട്ട് എന്ന് പറഞ്ഞു നമ്മളല്ലേ, നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്കൊരു നിങ്ങളോടൊരു ജലസി ഉള്ളത് കൊണ്ട് ഓക്കെ ചിലവരെന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ചിലവർക്ക് നിങ്ങളോട് ഒരു ജലസി ഉണ്ട്, സൂക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ ആരോടാണ് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞ് പെരുമാറുക, സൂക്ഷിച്ച് നിൽക്കുക. പറയേണ്ടത് ആരോടൊക്കെ പറയണം, എന്തൊക്കെ പറയണം എന്നൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇതൊരു ട്രാൻസ്ഫോർമേഷന്റെ പീരീഡ് ആണ്. ഹാങ്മാൻ എപ്പോഴും അങ്ങനെയാണ്. ഹാങ്മാൻ പറയുന്നത് നമ്മൾ ചില റിയലൈസേഷൻസ് വരാനുള്ള സമയം കൂടിയാണ് എന്ന് പറയും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ആ സമയം നിങ്ങൾക്ക് എപ്പോഴും നല്ലതിനായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. ആൻഡ് ഇവിടെ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. യെസ്, കാര്യങ്ങൾ ശരിയാവും, ബെറ്റർ ആവും മുന്നോട്ട്. ഇപ്പൊ ഒരു ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരും എന്ന്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ്. യെസ്, നിങ്ങൾ ചില വിഷമത്തിൽ കൂടി ഒരു പീരീഡ്, ഒരു ലേശം നിങ്ങൾക്കൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. ലവ് ബിഗിൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഓക്കെ അത് ഞാൻ പറയാം ലാസ്റ്റ്. നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞ് നിർത്താം. സേക്രൽ ചക്രയിൽ വർക്ക് ചെയ്യുക നിങ്ങൾ. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഇതാണ്, വയറിന്
വയറിൻ്റെ അടുത്ത് താഴെയുള്ളത്. ഓക്കെ, നിങ്ങൾ അതിലൊന്ന് കോൺഫിഡൻസ് ഇല്ല എന്നാണ് അർത്ഥം. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ, ഒരു ധൈര്യം, അങ്ങനത്തെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വർക്ക് ചെയ്യുക സേക്രൽ ചക്രയിൽ. എന്ന് വെച്ചാൽ കോൺഫിഡൻസ് വർദ്ധിക്കാൻ അഫർമേഷൻസ് ഒക്കെ കേൾക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേൾക്കാം. നിങ്ങൾ നിങ്ങളുടെ കഴിവ് തന്നെ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്, നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സ്റ്റക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അത് വീണ്ടും റീബിൽഡ് ചെയ്യാം. ഓക്കെ, അഫർമേഷൻസ് കേൾക്കുക നല്ലോണം. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് ആയിട്ട് ഞാൻ ഐ തിങ്ക് എൻ്റെ ഒരു വീഡിയോയേ ഉള്ളൂ അങ്ങനത്തെ. ഞാൻ ചക്ര ബാലൻസിങ്ങിൻ്റെ വീഡിയോ ഒന്നിട്ടിട്ടുണ്ടായിരുന്നു അഫർമേഷൻസ് വെച്ചിട്ട്. അത് കേൾക്കാം. ഞാൻ ലിങ്ക് ഇടയിൽ കൂടെ ഇവിടെ കൊടുക്കാൻ നോക്കാം. ഓക്കെ, ആൻഡ് ട്രയംഫ് ആൻഡ് സക്സസ്. യെസ്, സക്സസ് വരും നിങ്ങൾക്ക്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വരും. ഇതെല്ലാം പീരീഡൊക്കെ മാറി വരും, സമയങ്ങൾ മാറി വരും എപ്പോഴും. പിന്നെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ ശ്രമിക്കാൻ കൂടി തയ്യാറായാൽ മതി. ആൻഡ് പ്രോസ്പെരിറ്റി ബിഗിൻസ് ആൻഡ് ട്രയംഫ് ആൻഡ് സക്സസ് രണ്ടും 1-1 ആണ് ഇവിടെ. അപ്പം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആൻഡ് ഇവിടെ ലവ് ബിഗിൻസും ഉണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് സക്സസ് വരും. ഓക്കെ, നിങ്ങൾ ഏതിലാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹത്തിലാണോ, റിലേഷൻഷിപ്സിലാണോ, അതോ ജോലി കരിയറിൽ സക്സസ് ആണോ, അതോ നിങ്ങളുടെ ജസ്റ്റ് മണി അബണ്ടൻസ് ആ കാര്യങ്ങളിലാണോ, എല്ലാത്തിലും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. പക്ഷേ ചില ചീറ്റിംഗ് എനർജി സൂക്ഷിക്കണം. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ ഒരു ചെറിയ സ്റ്റക്ക് പീരീഡ് ആണ്, ചെറിയൊരു ലോസിന്റെ ഫീലിംഗ് ഉള്ള ഒരു സമയമാണ്. അത് മാറി വരും. ഓക്കെ, ആൻഡ് ലവ് ബിഗിൻസ്. യെസ്, ഡെഫിനറ്റ്ലി സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരും എന്തായാലും, സക്സസ് നിങ്ങൾക്ക് വരും എന്തായാലും. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കാം. ഓക്കെ, ഈ ഒരു പീരീഡ് ഫുൾ മൂണിന്റെ സമയം ലേശം ഡൗൺ ആവും നിങ്ങൾ. ഓക്കെ, ഞാൻ ഒരു വീഡിയോ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, റെമഡിയെക്കുറിച്ച്. പഴയ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. ആക്ച്വലി ഈ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം, ഒരുപാട് താഴെ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഒന്ന് ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുൾ മൂൺ ന്യൂ മൂണിന്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. എൻ്റെ ജസ്റ്റ് മെയിൻ പേജിൽ പോയിട്ട് അവിടെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഫുൾ മൂൺ ന്യൂ മൂൺ വീഡിയോസ് കിട്ടും. അതൊന്ന് എടുത്ത് കാണാം. അതിൽ പറയുന്ന റെമഡീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അങ്ങനെ അതിലൊന്ന് പോയിട്ട് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.